ഹായ്, നമുക്കിന്ന് സേമിയ ഉപ്മാവ് ഉണ്ടാക്കിയാലോ? 2 ടേബിൾ സ്പൂൺ ഓയിലും 1 ടേബിൾ സ്പൂൺ ബട്ടറോ നെയ്യോ ചേർത്ത് കടുക് പൊട്ടിച്ചെടുക്കാം. ഇനി അതിലോട്ട് ഒരു വലിയ സവാള, പൊടിയായി എരിഞ്ഞ ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു ചെറിയ ക്യാരറ്റ്, 3 പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. ഇതൊന്ന് വഴണ്ട് വരുമ്പോൾ കശുവണ്ടി ചെറുതാക്കി പൊട്ടിച്ചതും ഒരു പിടി കറിവേപ്പിലയും ചേർത്ത് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി അതിലോട്ട് 1 കപ്പ് വേവിച്ച ഗ്രീൻ ബീൻസ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം റോസ്റ്റ് ചെയ്ത സേമിയ ചേർത്ത് കൊടുക്കണം. റോസ്റ്റഡ് സേമിയ അല്ലെങ്കിൽ ഒന്ന് നെയ്യിൽ റോസ്റ്റ് ചെയ്തതിന് ശേഷം വേണം ചേർക്കാൻ. ഞാനിവിടെ 200 ഗ്രാം സേമിയയുടെ പാക്കറ്റ് റോസ്റ്റ് ചെയ്തതാണ് എടുത്തിരിക്കുന്നത്. ഇനി സേമിയ ചേർത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം 2 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. സേമിയ വെവാൻ ആവശ്യത്തിനുള്ള വെള്ളവും പാകത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം വറ്റി സേമിയ വെന്ത് വരുന്നത് വരെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി 1 സ്പൂൺ നെയ്യ് ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്തെടുത്താൽ സേമിയ ഉപ്മാവ് റെഡിയായി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.